8 വർഷം വരെ വാറണ്ടി ഉണ്ട്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒരു 1 lakhന് പുറത്ത് ഡിസ്കൗണ്ട് കസ്റ്റമറിന് എക്സ്പെക്ട് ചെയ്യാം. പുതിയ 24 മോഡൽ കേട്ടോ. 43,000 രൂപയുടെ ആക്സസറീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. 1 lakhന്റെ ഉള്ളിൽ നമുക്ക് ഇയർ ബാക്കിന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 24 വണ്ടി ഇറക്കാം. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് ഒരു 1 year ഒക്കെ സർവീസ് ഫ്രീ ആണ്. സെക്കൻഡ് ഹാൻഡ് കാറിനെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് സെക്കൻഡ് ഹാൻഡ് കാറിന് കൂടുതലായിരിക്കും, ഡബിൾ ആയിട്ട് വരും. ഇപ്പൊ നമുക്ക് 4.9 മുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ ഒക്കെ എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒരു കാർ ലോൺ ഒക്കെ അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഇന്ന് നെക്സൈലിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാർച്ച് ഒക്കെ കഴിഞ്ഞ് ഏപ്രിലിൽ വീണ്ടും നമുക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജിമ്മിയൊക്കെ നോക്കുന്നവർക്ക് ഏകദേശം 2.5 ലക്ഷം വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ എല്ലാ വാഹനങ്ങളിലും നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളുണ്ട് പുതിയ വാഹനങ്ങളിൽ. പ്ലസ് ഇനി ഇയർ ബാഗ് വാഹനങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് ഒന്നുകൂടെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളാണ്. കാരണം നമുക്കൊരു യൂസ്ഡ് കാറൊക്കെ എടുക്കുന്ന പോലെ ഏകദേശം ലക്ഷങ്ങൾ വരെ നമുക്ക് വിലക്കുറവിൽ പുതിയ കാർ ഇപ്പോൾ വാങ്ങാനുള്ള ഒരു ഓഫർ, ഒരു ചാൻസ് കൂടി നമ്മുടെ ഈ ഒരു മാസം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു ഏപ്രിലിൽ നമ്മുടെ മാരുതിയിൽ അതായത് നെക്സയിൽ എന്തെല്ലാം ഓഫേഴ്സ് കാര്യങ്ങളാണെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളം മിക്സ് ആക്കേണ്ട. അപ്പോൾ പുതിയൊരു കാർ എടുക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അന്ന് നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ള വീണ തന്നെയാണ്. അപ്പോൾ വെൽക്കം ടു അവർ വീഡിയോ. എന്തൊക്കെയാണ് നമുക്കൊരു ഏപ്രിലായിട്ട് പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് അധികം ഓഫർ കഴിഞ്ഞിട്ടില്ല. മാർച്ചിലെ ഓഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ഒരു കാറ്റഗറി തന്നെയാണ് ഓഫർ ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു പുതിയ വേറെ സെക്കൻഡ് ഹാൻഡ് കാർ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ബെറ്റർ ടൈം എന്ന് തന്നെ പറയാം. അതെ, സെക്കൻഡ് ഹാൻഡ് കാറിനെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് സെക്കൻഡ് ഹാൻഡ് കാറിന് കൂടുതലായിരിക്കും, ഡബിൾ ആയിട്ട് വരും. ഇപ്പൊ നമുക്ക് 4.9% IT ഒക്കെ നല്ല സിബിൽ സ്കോർ ഉള്ള കസ്റ്റമറിന് 4.9 മുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ ഒക്കെ എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒരു കാർ ലോൺ ഒക്കെ അല്ലെ. അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ശരിക്കും ഒരു നോർമൽ സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിൽ 13-14% വരും. ആ സമയത്ത് ഒരു 4% എന്ന് പറയുമ്പോൾ 1 ലക്ഷത്തിന് നമ്മൾ 4,000 മറ്റേ 14,000 കൊടുക്കണം. അപ്പൊ ഇയർലി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കമ്പാരിറ്റീവ്ലി പുതിയ കാർ എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ. അതേപോലെ തന്നെ ലോങ് ടൈമും കിട്ടൂല്ലേ, 7 years വരെ കിട്ടും. 7 years വരെ ഇപ്പം ഫിനാൻസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ മറ്റേതുമായിട്ട് സെക്കൻഡ് ഹാൻഡ് കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 7%-8% ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരിക. ഇതിന് 4.9 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. അവിടെ തന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയി. പിന്നെ ഇപ്പൊ മാർക്കറ്റ് വാല്യൂവിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ, അതായത് ഒരു 1 year ഒക്കെ സർവീസ് ഫ്രീ ആണ്. പിന്നെ ഒരുപാട് ഓടിയതെടുക്കുകയും വേണ്ട. അപ്പൊ റേറ്റ് വൈസ് ആയാലും ഇപ്പം 23 വെഹിക്കിൾ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് എക്സ്ട്രാ ഓഫേഴ്സ് ഉണ്ട്. അപ്പം ഈ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇപ്പൊ വണ്ടി എടുക്കുന്നത്. അപ്പൊ നമ്മൾ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഒരു ചെറിയ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇഗ്നിസ് ആണ് അല്ലെ. ഇഗ്നിസിന് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് നിലവിലെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇഗ്നിസിന്റെ ഏറ്റവും ബേസ് മോഡലിന് 7,04,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് എക്സ്ഷോറൂം അല്ല, നമ്മൾ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ അടക്കം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 7,04,000 രൂപയാണ്. അതിൽ 21 മൈലേജ് 1200 cc നമുക്ക് ആ വെഹിക്കിൾ വരുന്നത് തന്നെ. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള വെഹിക്കിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ അതിന് മാക്സിമം ലോൺ പ്രൊവൈഡഡ് ആണ്. അതിന് നമുക്ക് ഇപ്പോൾ ഓഫർ വന്നിട്ടുള്ളത് ഏകദേശം 55,000 രൂപ 24 മോഡലിൽ ടോട്ടൽ ഡിസ്കൗണ്ട് ഉണ്ട്. പുതിയ വാഹനത്തിന് 55,000 രൂപ പുതിയ വെഹിക്കിളിന് ഓൾറെഡി നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കോർപ്പറേറ്റ് സ്കീം, എക്സ്ചേഞ്ച്, കൺസ്യൂമർ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ്. അപ്പൊ പിന്നെ മാക്സിമം ലോൺ 95%, ഞാൻ പറഞ്ഞല്ലോ ഡിമിനിഷിംഗിൽ കിട്ടും. 95% വരെ ലോൺ ഉണ്ട്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാം? ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 24 വണ്ടി ഇറക്കാൻ പറ്റൂല. ഒരു പെർ ലാക്ക് മന്തിലൊക്കെ ഏകദേശം EMI എത്ര കണ്ടി വരും? പെർ ലാക്ക് ഒരു 1,800 അതിന്റെ താഴേക്കായിരിക്കും EMI വരിക. അത് ഈ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എപ്പോഴും EMI കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ചെറിയ എമൗണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു IP നമുക്കൊരു പുതിയ വാഹനം എടുക്കാം. അതുപോലെ 2024 മാനുഫാക്ചറിംഗ് പുതിയ വെഹിക്കിൾ തന്നെ ഓൾറെഡി 55,000 രൂപ നമുക്ക് ഇതിൽ ഓഫർ വരുന്നുണ്ട്. ഇനി ഇയർ ബാഗ് വണ്ടികൾ ഏതെങ്കിലും 23 നമുക്ക് ഇഗ്നിസ് ബാക്കിയുണ്ടോ? നമുക്ക് ഇഗ്നിസ് ഇപ്പൊ ഇനി ബാക്കി സ്റ്റോക്കുള്ള കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ പോയി. അപ്പൊ ഇനി ബാക്കിയുള്ളത് സീറ്റയില്, അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള 2-3 ഇഗ്നിസ് വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ട്. ഇഗ്നിസിന്റെ ഇയർ ബാഗ് 2023 ഇപ്പൊ നമ്മള് സീറ്റയിൽ 2 വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. അതിനിപ്പോ ഏകദേശം നമുക്ക് എത്ര രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും? നമുക്കിപ്പോ ടോട്ടൽ ഒരു 70,000 70,000 രൂപ ടോട്ടൽ ഓഫർ നമുക്ക് കിട്ടും. പ്ലസ് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടെങ്കിൽ അത് വേറെയും കിട്ടും. ഏകദേശം നിയർലി ഒരു 1 lakhന്റെ അടുത്ത് വരെ നമുക്ക് ഇയർ ബാഗ്. അതെ, 1 lakhന്റെ ഉള്ളിൽ നമുക്ക് ഇയർ ബാക്കിന് നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്കൊരു സെഗ്മെന്റ് പറഞ്ഞാൽ എല്ലാവരും ജനപ്രിയ മോഡൽ ഒരു ഹാച്ച് ബാക്ക് ആണ് നമ്മൾ ബെല്ലീന വരുന്നില്ല. ബെല്ലീന ഇപ്പൊ എങ്ങനെയായിരുന്നു? നമുക്കൊരു ഓൺ റോഡ് പ്രൈസ് എങ്ങനെ സ്റ്റാർട്ടിങ്? ബെല്ലീന നമുക്ക് ബേസ് മോഡൽ മുതൽ
8.4 ബേസ് മോഡലിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ 8.4 നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ, ബെലിനോയ്ക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വെഹിക്കിളിന് 2 ഡോർ പവർ വിൻഡോ വരുമ്പോഴത്തേക്കും ബെലിനോയ്ക്ക് 4 ഡോർ പവർ വിൻഡോ വരും, വീൽ കപ്പ് വരും, പിന്നെ ഓട്ടോ AC ആയിരിക്കും, പിന്നെ ഈ എടുക്കുന്ന പ്രൊജക്ട് ഹെഡ് ലാമ്പ് ആയിരിക്കും. ബെലിനോയിൽ ഏകദേശം ബേസ് മോഡൽ നമുക്ക് AC പൊസിഷനിങ്, 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ എല്ലാത്തിനും നോർമൽ ആയിട്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ AC പ്രൊജക്ട് ഹെഡ് ലാമ്പ് വില ഓൺ റോഡ് വരുന്നത് 8,04,000 രൂപ. ഏകദേശം നമുക്ക് ഏകദേശം സ്കീമിൽ ഇപ്പോൾ 2024 വാഹനത്തിന് എന്തെല്ലാം ഓഫേഴ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത്? നമുക്കിപ്പോ 2024 മോഡലിന് ഇപ്പൊ 27,500 രൂപ കൺസ്യൂമർ ഓഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫർ 20,000 ഉണ്ട്, പിന്നെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് 77,000 റുപ്പീസോളം കോർപ്പറേറ്റ് സ്കീമും ഉണ്ട്. പിന്നെ നമ്മൾ നമ്മളതായ അഡീഷണൽ ഡിസ്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്താ പറയാ, എല്ലാം കൂടെ കൂട്ടിയിട്ട് കസ്റ്റമർ ഒരു 10-55 രൂപയോളം ബെനിഫിറ്റ്സ് ഉണ്ട്. പുതിയ വണ്ടിക്ക് 24 വാഹനത്തിന് തന്നെ വരുന്നുണ്ട്. ഈ ഇയർ ബാഗ് ഏതെങ്കിലും വാഹനങ്ങൾ നിലവിലുണ്ടോ? നമുക്ക് ഇപ്പൊ മാനുവലിൽ ഒരു ആൽഫ വൈറ്റ് ഉണ്ട്, പിന്നെ 2 സീറ്റ ഓട്ടോമാറ്റിക് നിലവിലുണ്ട്. അത് നമുക്ക് ഏകദേശം എത്ര രൂപേന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് ഈ 55,000 കൂടാതെ അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ഒരു 35,000 40ഓളം നമുക്ക് ഏകദേശം ഒരു ടോട്ടൽ ഒരു 90,000 രൂപേന്റെ ഓഫർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെമി SUV എന്ന് പറയാം അല്ലെ. അതായത് നമുക്ക് നിലവിൽ അത്യാവശ്യം ബെലീനന്റെയും അതേപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ന്യൂ വെഹിക്കിൾ ആണ് ഫ്രോങ്സ് എന്ന് പറയുന്നത്. അതെ, അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള വെഹിക്കിൾ ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചു വരുന്ന വെഹിക്കിൾ ആണ് ഫ്രോങ്സ് വരുന്നത്. ഒന്നുകൂടി നല്ല സ്പേഷ്യസ് ആണ്, ഒന്നുകൂടി കംഫർട്ട് കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടി വരുന്നത് അല്ലേ. അതെ, ഓക്കെ. പിന്നെ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് പിന്നെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇതിന്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് 9,04,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9,04,000. അതെ, ഇതില് ഇപ്പൊ ബെലിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബേസ് മോഡലിൽ ബെലിനോ എങ്ങനെയാണോ പറഞ്ഞ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഫ്രോങ്സിലും വരുന്നത്. പിന്നെ ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ്ഫുൾ ആണ്. നല്ല ബൂട്ട് കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ലുക്കി വെഹിക്കിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലുക്കാണ് വെഹിക്കിൾ, നല്ല റോഡ് പ്രസൻസ് വരുന്ന വെഹിക്കിൾ ആണ്. പിന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് ടെർബോ, അതായത് പവർ ഇഷ്ടപ്പെടുന്ന 1.1 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ടല്ലോ മാനുവൽ, അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് വെലോസിറ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പുതിയ 24 മോഡൽ കേട്ടോ, 43,000 രൂപയുടെ ആക്സസറീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കസ്റ്റമർ. ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 24 മോഡലിന് 43,000 രൂപയുടെ ആക്സസറീസ് ഫ്രീ ആയിരിക്കും. പ്ലസ് അത് മാനുവൽ മാത്രം ടെർബോയില് സീറ്റ ആൽഫ വെഹിക്കിളിന് പ്ലസ് 15,000 രൂപ സ്പോട്ട് ഡിസ്കൗണ്ട്, 10,000 റുപ്പീസ് ക്യാഷ് ഡിസ്കൗണ്ട്, സോറി എക്സ്ചേഞ്ച് ഓഫർ. അപ്പൊ നല്ലൊരു ഓഫർ നമുക്ക് ഈ ഒരു പുതിയ വെഹിക്കിൾ ആണെങ്കിൽ ഇതിൽ വരുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഇയർ ബാഗ് ഏതെങ്കിലും വാഹനങ്ങൾ നിലവിലുണ്ടോ? ഫ്രോങ്സിൽ ഒരു ഡെൽറ്റ പ്ലസ് മാനുവലിൽ ഇയർ ബാഗ് വെഹിക്കിൾ നിലവിലുണ്ട്. ഓക്കെ, നമുക്ക് അതിന് ഏകദേശം എത്ര രൂപേന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും? അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ഡിസ്കൗണ്ട് അടക്കം ഒരു 40,000ഓളം ബെനിഫിറ്റ്സ് ഉണ്ട്. ടോട്ടൽ നമുക്ക് അപ്പൊ നല്ലൊരു എമൗണ്ട്, ഏകദേശം 1 ലാഖിന്റെ അടുത്തില്ല, ഒരു 90,000 നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അടുത്ത നമുക്ക് ഇതിലൊരു സെഡാൻ വരുന്നത് നമ്മൾ സിയാസ് ആണ് വരുന്നത്. സിയാസ് എങ്ങനെയായിരുന്നു നമുക്ക് വരുന്നത്? സിയാസിലെ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ഉള്ള ഒരു വെഹിക്കിൾ ആണ് സിയാസ്. സെമി ഹൈബ്രിഡിലാണ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് ഈ മാസം 25 കൺസ്യൂമർ ഓഫർ, അഡീഷണൽ ഡിസ്കൗണ്ട്സ്, പിന്നെ അതേപോലെ തന്നെ ഇയർ ബാക്ക് വെഹിക്കിൾസ് ഉണ്ട് നമുക്ക് 2 എണ്ണം. സീറ്റ ഓട്ടോമാറ്റിക് ഉണ്ട്. അതേപോലെ തന്നെ ആൽഫയില് ഈ കളർ ഉണ്ടല്ലോ, ഡ്യുവൽ ടൂൺ കളർ. ഇതൊരു ഈ ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫേമസ് കളറാണ്. ടോപ്പ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആണ്. ഇതിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒരു 1 ലാഖിന് പുറത്ത് ഡിസ്കൗണ്ട് കസ്റ്റമറിന് എക്സ്പെക്ട് ചെയ്യാം. 23 മോഡലുള്ള വെഹിക്കിൾ ആണിത്. അപ്പൊ സോ ഇതാണ് സെഡാന്റെ നമ്മുടെ ഡിസ്കൗണ്ട്സ് വരുന്നത്. ഇപ്പം കുറച്ച് ബാങ്കുകളുണ്ട് 95 വരെ ഫണ്ടിങ് ഉണ്ട് ഈ മാസം വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. നല്ല സിബിൽ സ്കോർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 740 കൂടുതൽ സിബിൽ സ്കോർ ഉണ്ടാവണം. ചെറിയ IPയിൽ നമുക്ക് എല്ലാ വാഹനങ്ങളും ഈ ഗ്രാൻഡ് വിറ്റാര സിയാസ് പോലെയുള്ള വെഹിക്കിളിനാണ് ഒരു IP എമൗണ്ട് ഒരു 1.25-1.5 വരുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും നല്ല ഇതിൽ ഇറക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ അല്ലെ, പക്ക SUV. ഏകദേശം ഇതിന്റെ നമുക്ക് 28 വരെ നമുക്ക് മൈലേജ് ഒക്കെ വരുന്ന ഒരു വാഹനം. ഹൈബ്രിഡ്, ഫുള്ളി ഹൈബ്രിഡ്. ഇതിന് ബുക്കിംഗ് ഇല്ല, ഇപ്പം പെട്ടെന്ന് വെഹിക്കിൾ കിട്ടും. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. പിന്നെ 50,000 രൂപ എക്സ്ചേഞ്ച് ഓഫറും 30,000 ഡിസ്കൗണ്ടും ഉണ്ട് ഇതിന്റെ ഇപ്പൊ ഈ മാസത്തെ ഓഫറിൽ 24 മോഡലില് എല്ലാ കളറും ഡയറക്റ്റ് 80,000 രൂപയുടെ ഡിസ്കൗണ്ട് ഡയറക്റ്റ് കിട്ടും. ഹൈബ്രിഡില് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ബെനിഫിറ്റ് മൈലേജും, പിന്നെ അതേപോലെ തന്നെ
വാറണ്ടിയാണ്. Okay. നിങ്ങൾക്ക് ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞിട്ട് ബാറ്ററിക്ക് വാറണ്ടി കിട്ടാതിരിക്കത്തൊന്നുമില്ല. 8 വർഷം വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ അപ്പൊ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കസ്റ്റമർ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വെഹിക്കിൾ ആണ്. ഓക്കെ ഇത് പണ്ട് ബുക്കിംഗ് ആയിരുന്നു, ഇപ്പൊ ഈ മാസം കുറച്ച് വേണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പം 24 വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഇതിൽ ഇയർ ബാക്ക് വണ്ടികൾ നമുക്ക് വരുന്നുണ്ടോ? ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയില്ലേ? ഇത് ഏകദേശം 1.5 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു ഏപ്രിൽ എൻഡ് വരെ, ഏപ്രിൽ 30 വരെ നമുക്ക് ഈ ഒരു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 25-ന് മുമ്പായിട്ട് നമ്മളെ എമൗണ്ട് ഒക്കെ അടച്ച് ബുക്ക് ചെയ്തൊക്കെ ശരിയാക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറ്റിപ്പോയതാണ്. മാർച്ച് ലാസ്റ്റത്തേക്ക് കുറെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പത്തേക്ക് ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതായത് ഒരു ബാങ്കിങ്ങിന്റെ നമുക്ക് ലോണ് കാര്യങ്ങൾക്കുള്ള ഒരു 5-6 വർക്കിംഗ് ഡേയ്സ് നമ്മൾ എക്സ്ട്രാ കാണണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഈ മന്തില് ഒരു നല്ലൊരു ഓഫറിൽ നമുക്കിത് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് നമ്മുടെ മലപ്പുറം കോണോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫീസ്, എ മോട്ടോഴ്സ് നെക്സ വരുന്നത്. നമുക്ക് ന്യൂ വെഹിക്കിൾസ് എല്ലാത്തിലും നമ്മൾ ഓഫേഴ്സ് ഉണ്ട്. ഇനി ഈവൻ നിങ്ങൾക്ക് അതല്ല അരീനയിൽ വരുന്ന വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാത്തിലും നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് വീണ സൈനിങ് ഓഫ്.